അമ്മയുടെ കുടുംബ സംഗമം നടത്തുന്നതിന് ഒരു സ്പോൺസർ വേണമെന്ന് അമ്മ പ്രസിഡന്റ് അമ്പലത്തിൽ വന്നപ്പോൾ ആവശ്യപ്പെട്ടു. ക്ഷേത്രമേന ഞാൻ ചോദിച്ചു ക്ഷേത്രമാണ് എടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പരസ്യം കൊടുത്തു. അമ്മയുടെ കുടുംബ സമൂഹത്തിന് എന്താ തെറ്റ്? ഒന്ന്, കാരണം പണ്ട് KSRTC ബസ്സിൽ പരസ്യം സെൻകുമാർ DGP ആയിരിക്കുമ്പോൾ ദേവാലയങ്ങളുടെ സമ്മതിക്കൂലായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങളെ പരസ്യം ചെയ്ത്. ഇപ്പൊ എല്ലാം ദേവാലയമേ ഉള്ളൂ. ശരിക്കും ശ്വേതാമേനോൻ വന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യം കൊടുത്തത്. ശ്വേതാമേനോൻ ആവശ്യപ്പെട്ടെന്ന് വെച്ചാൽ അവർ അമ്മയുടെ പുതിയ പ്രസിഡന്റ് ആയപ്പോൾ നല്ലൊരു തുക കിട്ടിയാൽ അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അക്കൗണ്ട് വഴി തരാൻ പറഞ്ഞു. 30 ലക്ഷം കൊടുത്തു. ബാക്കി ഇപ്പൊ കൊടുക്കാൻ പോണേ ഉള്ളൂ. എത്ര ലക്ഷത്തിനായിരുന്നു ശരിക്കും അഗ്രിമെന്റ്? 75. അപ്പോൾ ബാക്കി കൊടുക്കുന്നതിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? തർക്കമൊന്നുമില്ല. പിന്നെന്താണ് ലേറ്റ് ആവും? കാര്യം ഞങ്ങൾക്ക് അതിന്റെ ബില്ലും പെൻ ഡ്രൈവും എല്ലാം കിട്ടാത്തതുകൊണ്ടായിരുന്നു. അതിപ്പോ 31/5 തരും. തന്നെ കൊടുക്കും. കൊടുക്കും. പിന്നെന്താ ശരിക്കും അങ്ങനെ അല്ല, എഗ്രിമെന്റ് പറഞ്ഞ കാര്യമല്ലേ, കൊടുക്കാണ്ട് പറ്റുമോ? ആകെ 75 ലക്ഷത്തിന്റെ, അതായത് ആ തുകയ്ക്കുള്ള പരസ്യമൊന്നും അല്ലെങ്കിൽ പോലും ശ്വേതാമേനോൻ എന്ന് പറഞ്ഞൊരു വനിത ആദ്യമായിട്ട് അമ്മയുടെ തലപ്പത്ത് വന്നപ്പോൾ എനിക്ക് ഒരു തുടക്കത്തിന് ഒരു സഹായമാവെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചു. അല്ലെന്താ തെറ്റ്? അവർ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പല പരിപാടിക്കും വന്നിട്ടുണ്ട്. ആ പരിചയമുണ്ട്. മനസ്സിലായ? പിന്നെ ഒരു പരിപാടിക്ക് അവർ ഫ്രീ ആയിട്ടല്ല വന്നേക്കണേ. അവിടെ വന്ന എല്ലാവരും പെയ്ഡാണ്. മനസ്സിലായി? ഇപ്പൊ ഈ വിവാദത്തിൽ വന്ന അൻസിബ ചെറുപ്പമായിരുന്ന കാലത്ത്, മനസ്സിലായില്ലേ, അമ്പലത്തിൽ വന്നിട്ടുണ്ട് റസൂൽ പൂക്കുട്ടിയോടൊപ്പം. പിന്നെ അവിടെ ജാതി പരിഗണനയൊന്നുമില്ല. റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കർ കിട്ടിയപ്പോ ആദ്യം കൊണ്ടുവന്നത് ഞങ്ങളാണ്. മനസ്സിലായില്ലേ? അവിടെ ആ പരിഗണനയൊന്നുമില്ല. മനസ്സിലായില്ല? നമ്മുടെ സിനിമയിൽ പഴയ ഒരു വിവാദം ഉണ്ടായ നടിയുണ്ടല്ല, ഒരു കാലത്ത് മലയാള സിനിമ പുറകോട്ട് പോയപ്പാ. അൻസിബ ശരിക്കും മുമ്പ് ഈ ക്ഷേത്രത്തിൽ വരികയും നിങ്ങളെ പണം പറ്റുകയും ചെയ്തിട്ടുണ്ട്. പണം പറ്റിയെന്നല്ല, അവിടെ വരുന്നവരെ നമ്മൾ ഫ്രീ ആയിട്ട് ആരെയും ഞങ്ങള് ശരിക്കും ഇപ്പൊ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ക്ഷേത്രം എന്തിനവർക്ക് പരസ്യം നൽകണം എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവ് എന്താ? ഞങ്ങൾ എന്തോരം പരസ്യം കൊടുക്കണം. അതും അമ്മ സംഘടനയ്ക്ക് എന്തിനു പരസ്യം? അമ്മ സംഘടന അങ്ങനെ ഒരു മോശമുള്ള സംഘടന അല്ലല്ലോ. ഞങ്ങളുടെ ഉത്സവ കാലത്ത് മിനിമം 6 താരങ്ങളിലും പങ്കെടുക്കും. നിങ്ങളൊരു 2008 തൊട്ട് നോക്ക്. അപ്പൊ ഞങ്ങൾ അവരോട്ട് ബന്ധമുണ്ട്. പിന്നെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കലല്ലേ അമ്പലപ്പറമ്പിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞങ്ങൾ കാശ് കൊടുത്തു. അതുകൊണ്ട് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കുള്ള ഒരു എന്ത് മെച്ചം? ഞങ്ങൾക്ക് എന്ത് മെച്ചം? ഇതിനകത്ത് എന്താ മെച്ചം? നഷ്ടമല്ലേ? ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നന്നായിട്ട് വിഷ്വൽ മീഡിയയിൽ ഞങ്ങൾക്ക് 1 കൊല്ലം പരസ്യം ചെയ്യാം. ശ്വേതാമേനോൻ എന്ന് പറഞ്ഞ ലേഡി, ഒരു വനിത അമ്മയുടെ തലപ്പത്ത് വന്നപ്പോ കാര്യമായി എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചു. ചെയ്തു. അതിനുള്ള വരുമാനമൊക്കെ ക്ഷേത്രത്തിനുണ്ടോ? 75. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളോടല്ല പറയണ്ട, ഇൻകം ടാക്സിനോടാണ്. ഞങ്ങൾ ഒരു എക്സംഷനും വാങ്ങാതെ, ഞങ്ങൾക്ക് ഒരു എക്സംഷനും ഇല്ല. കൃത്യമായി കണക്ക് കൊടുത്ത് ടാക്സ് അടച്ചു പോണവരാ. എന്നോട് എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല ടാക്സ് കൺസൾട്ടന്റ് എക്സംഷൻ എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട, ടാക്സ് അടച്ച പ്രശ്നമില്ലല്ലോ, സോഴ്സ് കാണിച്ചാൽ പോരെ. അക്കൗണ്ടിൽ വന്ന പണമല്ലേ അക്കൗണ്ടിൽ കൊടുക്കണുള്ളൂ. അവിടെ കേക്ക് മുമ്പ് അവിടെ ഒരു മാസം ഒരു 7-8 ലക്ഷം രൂപ വരെ പിരിയും. അതിനകത്ത് നമ്മൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി എടുത്താ പണ്ട് 10 പേജ് ഉണ്ട്, അതിപ്പോ 400 പേജാണ്. 10 രൂപ വരുമാനം ക്ഷേത്രത്തിനുണ്ട്. അല്ല, 10 രൂപ ഗൂഗിൾ പേ വരാ അക്കൗണ്ടായി 2.